പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ എന്നെയും എൻ്റെ കുടുംബത്തെയും അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി ഉയർത്തിയതിനെ ഓർത്ത് അമ്മയ്ക്കും ഈശോയ്ക്കും നന്ദി പറയുന്നു. എൻ്റെ പേര് സുനിത, ഇതെൻ്റെ ഭർത്താവ് സത്യൻ. ഞങ്ങൾ വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ വരന്തരപ്പിള്ളിയിൽ നിന്നാണ്. ഞാൻ ഇവിടെ ആദ്യമായി കൃപാസനത്തിൽ വരുന്നത് 2023 ഡിസംബർ 22-ാം തീയതിയാണ്. എനിക്ക് എൻ്റെ ഒരു സുഹൃത്ത് പത്രം തരികയും പിന്നെ സാക്ഷ്യങ്ങൾ ഫോണിലേക്ക് അയച്ചു തരികയുമാണ് ആദ്യം ചെയ്തത്. ഞാൻ പിന്നെ സാക്ഷ്യങ്ങൾ കേൾക്കാൻ തുടങ്ങി. ആ പത്രം കിട്ടി കുറച്ച് നാൾ സാക്ഷ്യങ്ങൾ കേൾക്കുകയും ധ്യാനങ്ങളിൽ പങ്കെടുക്കുകയും ചൊവ്വാഴ്ചകളിലെ ധ്യാനങ്ങൾ കേൾക്കുകയും അങ്ങനെ വീട്ടിലിരുന്ന് കുറച്ച് പ്രാർത്ഥനകളൊക്കെ തുടങ്ങി. പിന്നെ എനിക്ക് അതിൽ കൂടെ കുറച്ച് രോഗസൗഖ്യങ്ങളൊക്കെ കിട്ടുകയുണ്ടായി. അങ്ങനെ ഇരിക്കെ മകൻ ജോലിക്ക് ഫ്രാൻസിലേക്ക് ജോലിക്ക് പോയി. 7 മാസത്തോളം അവനവിടെ ജോലി ശരിയാവാണ്ട് കൊണ്ടുപോയ ഏജൻസി പറ്റിച്ചു. അങ്ങനെ ജോലി ശരിയാവാണ്ട് അവൻ ഒരുപാട് വേദന ഉണ്ടായപ്പോഴാണ് ഞാൻ കൃപാസനത്തിലേക്ക് വന്ന് പ്രാർത്ഥിച്ചു പോവുകയാണ്. ആദ്യം വന്ന് 2023 ഡിസംബർ 22-ാം തീയതി വന്ന് പ്രാർത്ഥിച്ചു പോയി. അതുവരെ എനിക്ക് വരണേലും മുന്നേ ഭയങ്കര വിഷമമായിരുന്നു മകൻ്റെ കാര്യങ്ങളോർത്ത്. ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു പോയപ്പോൾ മാതാവ് എന്നോട് ഉള്ളിലിരുന്ന് പറയാണ്, നീ എന്തിനാണ് വിഷമിക്കണത്, നന്നായി പ്രാർത്ഥിച്ചാൽ മതി. അങ്ങനെ എനിക്കൊരു ധൈര്യം കിട്ടി. അങ്ങനെ പിന്നെ 2024 ഫെബ്രുവരി 16-ാം തീയതി വന്ന് ഉടമ്പടി എടുത്തു. ആദ്യത്തെ സാക്ഷ്യം ഉടമ്പടി എടുത്ത് 11-ാമത്തെ ദിവസം എൻ്റെ മകന് ജോലി കിട്ടുകയുണ്ടായി. അത് ഞാൻ സാക്ഷ്യം പറഞ്ഞതാണ്. ആദ്യത്തെ പുതുക്കലിന് ഞാൻ സാക്ഷ്യം പറഞ്ഞതാണ്. ഇപ്പോൾ ഞാൻ 7-ാമത്തെ ഉടമ്പടിയിലാണ്. പിന്നെ 25 വർഷമായി എനിക്ക് നല്ല നടുവേദനയായിരുന്നു. നടുവേദന എന്ന് പറഞ്ഞാൽ എനിക്ക് അധിക സമയം നിൽക്കാൻ പറ്റില്ല. നിൽക്കാൻ തുടങ്ങുമ്പോഴത്തേനും എവിടെയെങ്കിലും ചെന്ന് നിൽക്കാൻ തുടങ്ങുമ്പോഴത്തേനും ഇരിക്കാനുള്ള സ്ഥലം അന്വേഷിക്കും. കാരണം എനിക്ക് നിൽക്കാൻ പറ്റില്ല. തണ്ടൽ ഭയങ്കര കഴച്ച് വീണ, നടുവിന് നല്ല ഭാരവും ഭയങ്കര വേദനയാണ്. വേദന സഹിക്കാൻ പറ്റാണ്ടാവുമ്പോൾ ഡോക്ടറെ അടുത്ത് പോയും 4 ദിവസത്തേക്ക് ഒരു കുറവ് കിട്ടും. പിന്നെ വീണ്ടും ആ വേദന വരും. അങ്ങനെ ശക്തമായ വേദന കൊണ്ട് നടന്ന് ഞാൻ ഈ 2024 ഒക്ടോബർ 25-ാം തീയതിയിലത്തെ ജപമാല റാലിയിൽ പങ്കെടുക്കുകയുണ്ടായി. ജപമാല റാലി നടന്ന് അർത്തുങ്കൽ എത്തണേലും മുന്നേ ഞാൻ ആകെ അവശതയായിരുന്നു. ഇവിടുന്ന് അവിടം വരെ കൊന്ത ചൊല്ലി പോയി. അവിടെ എത്താറായപ്പോൾ എനിക്ക് ആകെ തളർച്ചയും ക്ഷീണമൊക്കെ ആയി. ഞാൻ അങ്ങനെ അർത്തുങ്കൽ എത്തിയാൽ മതി. കൂടെയുള്ളവരോട് ഞാൻ പറഞ്ഞു, അവിടെ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അവിടെ എവിടെയെങ്കിലും കിടക്കും, എനിക്ക് തീരെ പറ്റണില്ല എന്ന് പറഞ്ഞു. അവിടെ ചെന്ന് കഴിഞ്ഞ് തൊട്ടപ്പുറത്തെ പള്ളിയിൽ പോയി ഞങ്ങളോട് വിശ്രമിക്കാൻ പറഞ്ഞു. കൊണ്ടുപോയി ആൾക്കാർ വണ്ടി വരുമ്പോൾ നിങ്ങളെ വിളിക്കാം. ഞങ്ങൾ ഒത്തിരി പേരുണ്ടായിരുന്നു. അവിടെ പോയി വിശ്രമിച്ച് ആ പള്ളിയുടെ അകത്ത് ഞാനവിടെ കിടന്ന് ഒരു ഉറക്കമായി. നന്നായി ഒന്ന് ഉറങ്ങി. പിറ്റേ ദിവസം വീട്ടിൽ എത്തി കഴിഞ്ഞപ്പോൾ അതിന് ശേഷം പിന്നെ എനിക്ക് ആ നടുവേദന വന്നിട്ടില്ല. ആ നടുവേദന ആ റാലി കൂടിയോടുകൂടി മാതാവ് എടുത്തു മാറ്റി. മാതാവിനും ഈശോയ്ക്കും നന്ദി പറയുന്നു. മരുന്ന് കഴിച്ചിട്ടൊന്നും ഒരു കാര്യം കിട്ടിയിട്ടില്ല. 4 ദിവസം ഒന്ന് കുറയും, പിന്നെ വീണ്ടും വരും. ശക്തമായ നടുവേദനയായിരുന്നു. ആ നടുവേദന എനിക്ക് ഈ റാലി കഴിഞ്ഞപ്പോൾ മാതാവ് എടുത്തു മാറ്റി തന്നു. മാതാവിന് നന്ദി, ഈശോയ്ക്ക് നന്ദി. പിന്നെ എൻ്റെ ഭർത്താവ് ഞാനിവിടെ വരുന്നത് കൊണ്ടോ അല്ലെങ്കിൽ ഞങ്ങളൊരു ഹിന്ദു കുടുംബത്തിൽ നിന്നാണ്, ഇവിടെ വരുന്നത് കൊണ്ടോ എനിക്ക് എല്ലാ സപ്പോർട്ടും ചെയ്തു തരും. പക്ഷെ ആൾ വരില്ല. പിന്നെ പത്രം കൊടുക്കാനൊക്കെ കൂടെ വരും, അല്ലെങ്കിൽ കാരുണ്യ പ്രവർത്തിക്കൊക്കെ കൂടെ വരും. പക്ഷേ പ്രാർത്ഥനയിൽ കൂടിയായിരുന്നില്ല. എനിക്കത് വലിയ വിഷമമായിരുന്നു. കാരണം മക്കൾക്ക് വേണ്ടിയായാലും കുടുംബത്തിന് വേണ്ടിയായാലും പ്രാർത്ഥിക്കുമ്പോൾ ഭർത്താവ് TV വെച്ചിരിക്കും. ഞാൻ എത്ര പറഞ്ഞാലും ആൾ വരില്ല. അപ്പം ഞാൻ പറഞ്ഞു, 10 മിനിറ്റ് നേരെങ്കിലും ആ TV ഒന്ന് ഓഫാക്കി വെച്ചുകൂടെയെന്ന് എപ്പോഴും പറയാറുണ്ട്. പക്ഷേ ആളത് കേൾക്കാറില്ല. ഞാൻ പിന്നെ അത് പറയാതെയായി. ഞാനത് മാതാവിന് വിട്ടുകൊടുത്തു. മാതാവ് വിചാരിച്ചാൽ ആളിഞ്ഞ് വിശ്വാസത്തിലേക്ക് വരുള്ളൂ എന്ന് എനിക്ക് ഉറപ്പായി. അപ്പം ഞാൻ മാതാവിനോട് ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു. 2024 ജൂൺ 13-ാം തീയതിയാണ് ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചത്. ജൂൺ 13-ാം തീയതി ഡേറ്റ് ഇട്ട് 10 ദിവസത്തിനുള്ളിൽ മാതാവേ, നിൻ്റെ മുൻപിൽ എൻ്റെ ഭർത്താവ് മുട്ടുകുത്തണം, പ്രാർത്ഥനയിലേക്ക് വരണമെന്ന് ഞാൻ തീക്ഷ്ണമായി പ്രാർത്ഥിച്ചു. ഞാൻ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു. 13-ാം തീയതി സന്ധ്യാപ്രാർത്ഥനയിലാണ് പ്രാർത്ഥിച്ചത്. 14-ാം തീയതി സന്ധ്യാപ്രാർത്ഥനയായപ്പോഴത്തേനും ആള് പ്രാർത്ഥനയ്ക്ക് വന്നു. ആൾക്ക് മാതാവ് തന്നെ അതിനുള്ളൊരു വഴിയൊരുക്കി.
മാതാവിന് ഈശോയ്ക്കും നന്ദി. പിന്നെ അതിന് ശേഷം എല്ലാ ദിവസവും മുട്ടുകുത്തി തന്നെ ആൾ പ്രാർത്ഥനയിൽ പങ്കെടുക്കും. പിന്നെ ആൾക്ക് മുട്ടിന് നല്ല വേദനയായിരുന്നു. മുട്ടിന് വേദന എന്ന് പറഞ്ഞാൽ ഞൊണ്ടി ഞൊണ്ടി ഭാരമുള്ള ജോലിയാണ് ആൾ ചെയ്യുന്നത്. പക്ഷെ മുട്ട് തെന്നിപ്പോണ ഒരു അവസ്ഥയായിരുന്നു. ചിരട്ട തെറ്റി തെന്നിപ്പോവുക, വീഴാൻ പോവുക, അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു. പക്ഷെ മുട്ടുകുത്തി പ്രാർത്ഥിക്കാൻ തുടങ്ങിയതോടുകൂടി പിന്നെ മുട്ടുമ്പോൾ തൈലം ഉപയോഗിച്ച് എന്നും സന്ധ്യാപ്രാർത്ഥന കഴിയുമ്പോൾ തൈലം പുരട്ടാറുണ്ട്. അങ്ങനെ പ്രാർത്ഥിച്ചതിനെ തുടർന്ന് പിന്നെ ആ മുട്ടുവേദന ഇപ്പോൾ മാറിപ്പോയി. ഈശോയ്ക്കും മാതാവിനും ആയിരം നന്ദി പറയുന്നു. പിന്നെ മകന് 2 വർഷം കഴിഞ്ഞപ്പോൾ TRP കാർഡ് പുതുക്കാനായിട്ട് 2024 നവംബർ 18 പുതുക്കാനായിട്ട് കൊടുത്തു. നവംബർ 27 അവൻ നാട്ടിലേക്ക് ലീവിന് വന്നു. ഡിസംബറും കഴിഞ്ഞ് ജനുവരി 7 ടിക്കറ്റ് ഇട്ടു, തിരിച്ച് ചെല്ലാൻ പറഞ്ഞു. പഴയ കാർഡിന് ജനുവരി 15 വരെ ഡേറ്റ് ഉണ്ടായിരുന്നുള്ളൂ. പുതിയ കാർഡ് പുതുക്കിയെന്ന് പറഞ്ഞൊരു മെയിലും വന്നിട്ടില്ല. അപ്പം അതുകൊണ്ട് അവൻ 15 7 ടിക്കറ്റ് കിട്ടിയെങ്കിലും 15 പുതിയ കാർഡിൻ്റെ മെയിൽ വന്നില്ല എന്നുണ്ടെങ്കിൽ തിരിച്ചു വരേണ്ടി വരും എന്ന് പറഞ്ഞിട്ടാണ് പോയത്. 4 ദിവസം കഴിയുമ്പോൾ തിരിച്ചു വരും. അപ്പം ഞാൻ 7ാമത്തെ ഉടമ്പടി പുതുക്കാനായിട്ട് വന്നപ്പോൾ ആദ്യത്തെ നിയോഗമായിട്ട് വെച്ചത് എൻ്റെ മകൻ്റെ കാർഡ് എത്രയും വേഗം പുതുക്കി തരണേ മാതാവേ. പോയിട്ട് തിരിച്ച് 4 ദിവസം കഴിയുമ്പോഴത്തേനും തിരിച്ചു വരേണ്ട അവസ്ഥ വരുത്തരുത്. മാതാവ് വാങ്ങിക്കൊടുത്ത ജോലിയാണ്. മാതാവ് തന്നെ എൻ്റെ മകനെ അതിൽ പിടിച്ചു നിർത്തണം. ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവരുത് മാതാവേ. പോയിട്ട് അപ്പം തന്നെ തിരിച്ചു വരേണ്ട അവസ്ഥ വരരുതെന്ന് ഞാൻ പ്രാർത്ഥിച്ചായിരുന്നു. അതും ഞാൻ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു. 10 ദിവസത്തിനുള്ളിൽ കാർഡിന് മെയിൽ വരണം, പുതുക്കിയ മെയിൽ വരണം എന്നും പറഞ്ഞ് പ്രാർത്ഥിച്ചു. 7 മകൻ കയറിപ്പോയി. 8 പാരീസിൽ ചെന്ന് ഫ്ലൈറ്റ് ഇറങ്ങി. അപ്പം തന്നെ മകൻ എന്നെ വിളിച്ചു, അമ്മേ കാർഡ് പുതുക്കിയ മെയിൽ വന്നു, സമാധാനമായി, ഇനി തിരിച്ചു വരണ്ട, മാതാവ് കാത്തു എന്ന് മകൻ പറഞ്ഞു. മകൻ്റെ ജോലി കാര്യത്തിന് വേണ്ടി ഉടമ്പടി എടുത്തുകൊണ്ട് മകൻ വിശ്വാസത്തിലേക്ക് വന്നു. അത് ഞാൻ മുന്നത്തെ സാക്ഷ്യത്തിൽ പറഞ്ഞിട്ടുള്ളതാണ്. ഇപ്പോൾ ഭർത്താവും വിശ്വാസത്തിലേക്ക് വന്നു. ഞാൻ എൻ്റെ കുടുംബം ഭൗതിക കാര്യങ്ങൾ ഞാൻ അങ്ങനെ ശ്രദ്ധിക്കാറേയില്ല. കാരണം ഇങ്ങനെയുള്ള ആവശ്യങ്ങൾ എപ്പോഴെങ്കിലും പറയും എന്നല്ലാണ്ട് അത് തന്നെ ഞാൻ മനസ്സിൽ വിചാരിച്ച് നടക്കാറില്ല. എനിക്ക് എൻ്റെ ഭർത്താവും മക്കളും ഒരു വിശ്വാസത്തിലേക്ക് ദൈവവിശ്വാസത്തിലേക്ക് വരണം എന്നാണ് എൻ്റെ പ്രാർത്ഥന ഉണ്ടായത്. ഞാൻ ഉടമ്പടിയിൽ നിയോഗങ്ങൾ വെക്കിയിട്ടുണ്ടെങ്കിലും ഞാനത് പിന്നെ മറന്നു പോവും. ഓരോരുത്തരും സാക്ഷ്യം പറയുമ്പോൾ 1ാമത്തെ നിയോഗം ഇതായിരുന്നു, 2ാമത്തെ നിയോഗം ഇതായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ ഞാൻ ഉടമ്പടിയിൽ നിന്ന് വെച്ച നിയോഗങ്ങൾ എനിക്ക് തന്നെ ഓർമ്മയില്ല. അപ്പോഴത്തെ വിഷമങ്ങൾ എന്തെങ്കിലുമൊക്കെ എഴുതി വയ്ക്കും. അത് എല്ലാ കള്ളിയിലൊന്നും ഞാൻ എഴുതാറുമില്ല. അങ്ങനെയാണ് ഞാൻ ചെയ്യാറ്. അപ്പോൾ എനിക്ക് വിശ്വാസത്തിൽ വരണം എന്നുള്ളൊരു ആഗ്രഹമാണ് കൂടുതലായിട്ടുണ്ടായിരുന്നത്. പിന്നെ രോഗസൗഖ്യങ്ങൾ, എനിക്ക് കഴുത്തിലൊരു പാലുണ്ണി പോലെ, പാലുണ്ണി എന്ന് പറഞ്ഞാൽ അത്യാവശ്യം വലിപ്പത്തിലായിരുന്നു. അത് കഴുത്തും കൂടി ചരിക്കുമ്പോഴൊക്കെ മടങ്ങുമ്പോഴൊക്കെ നല്ല വേദനയായിരുന്നു. പിന്നെ തുടുത്ത് ഇങ്ങനെ വീർത്തിരിക്കുകയായിരുന്നു, നല്ല വേദനയാണ്. അച്ഛനും മകനും പറഞ്ഞു ഡോക്ടറെ അടുത്തേക്ക് പോവാന്ന്. ഞാൻ പറഞ്ഞു മാതാവിൻ്റെ നേർച്ച വസ്തുക്കളുള്ളപ്പോൾ ഇന്നിനെ ഡോക്ടറെ അടുത്തേക്ക് പോണ് എന്ന് പറഞ്ഞു. ഞാൻ 2 ദിവസം തൈലം പുരട്ടി. അപ്പോൾ എനിക്കത് തിരിച്ച് വേദന പോലെ തോന്നി. അപ്പം എൻ്റെ മനസ്സിൽ തോന്നി, നീ ഉപ്പും തൈലവും കൂട്ടി പുരട്ടുന്ന് മാതാവ് എന്നോട് മനസ്സിൽ തോന്നിച്ചു. ഉപ്പും തൈലവും കൂടി പുരട്ടി 4 ദിവസം പുരട്ടിയുള്ളൂ. അത് കരിഞ്ഞ് അവിടെ നിന്ന് അടർന്നു പോയി. അങ്ങനെ ഒരു രോഗസൗഖ്യം കിട്ടിയിട്ടുണ്ട്. പിന്നെ എൻ്റെ ഈ വിരലിന് ഭയങ്കര വേദനയായിരുന്നു. വേദന എന്ന് പറഞ്ഞാൽ തലമുടി പോലും തൊടുമ്പോൾ ഭയങ്കര വേദന, ഞരമ്പ് വലിഞ്ഞ് മുറുങ്ങണ വേദന. ആ വേദന ഈ കൈമയ്ക്കും ഈ ഷോള് വരെ കയറും. ഒട്ടും ഈ കൈ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റുന്നുണ്ടായില്ല. അങ്ങനെ ഒരു വേദനയായിരുന്നു. അപ്പം ഞാനിവിടെ ഒരു ചേച്ചി സാക്ഷ്യം പറയണത് കേട്ടു. ആ ചേച്ചിക്ക് ഇതുപോലെ വേദനയായിട്ട് ഡോക്ടറെ കണ്ടപ്പോൾ ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞു. ഞരമ്പിൻ്റെ എന്തോ കുഴപ്പമാണെന്ന് പറഞ്ഞേ, ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനത് കേട്ടപ്പോൾ അതേ അവസ്ഥ തന്നെയാണല്ലോ എനിക്കും. ഞാൻ ഡോക്ടറെ അടുത്തേക്ക് പോയില്ല. എനിക്കിപ്പോൾ ഒരു അസുഖങ്ങളും ഇല്ല. ഉടമ്പടി എടുത്തതിന് ശേഷം ഒരു അസുഖങ്ങളും വരുന്നില്ല. ഞാൻ ചെറിയ അസുഖങ്ങൾ വന്നാലും ഡോക്ടറെ അടുത്തേക്ക് പോവില്ല. ഉടമ്പടി നേർച്ച വസ്തുക്കൾ മാത്രമാണ് ഞാൻ എൻ്റെ കുടുംബത്തിലുള്ളവരെല്ലാവരും ഉപയോഗിക്കുന്നത്. ഞാൻ ആ തൈലം കുറച്ച് ദിവസം പ്രാർത്ഥന കഴിയുമ്പോൾ പുരട്ടും. അങ്ങനെ പുരട്ടി കുറച്ച് ദിവസം പുരട്ടി. ഇപ്പം എനിക്ക് അങ്ങനെ ഒരു സംഭവമേ വേദനയില്ല. ആ ചേച്ചിക്ക് അതേപോലെ തന്നെ തൈലം പുരട്ടിയിട്ട് മാറിപ്പോയി എന്ന് ഞാൻ സാക്ഷ്യത്തിൽ കൂടെ കേട്ടു. അങ്ങനെ എനിക്കും അതേപോലെ തന്നെ രോഗസൗഖ്യം കിട്ടി. മാതാവിനും ഈശോയ്ക്കും ഒരുപാട് നന്ദി പറയുന്നു. പിന്നെ കാരുണ്യ പ്രവൃത്തിയായിട്ട് ചെയ്യണത് പൊതിച്ചോറ്
വഴിയരികത്തൊക്കെ ഇരിക്കുന്ന അവശതയായ ആൾക്കാർക്ക് പൊതിച്ചോറ് കെട്ടിക്കൊണ്ടു കൊടുക്കും. പിന്നെ അതേപോലെ ഞാൻ 4ാമത്തെ ഉടമ്പടി പുതുക്കിയപ്പോൾ പിന്നെ ഈ വയ്യാണ്ട് കിടക്കുന്ന ആൾക്കാരുകൾക്ക്, രോഗികൾക്കൊക്കെ ഞങ്ങളിൽ കഴിയാവുന്ന രീതിയിൽ പൈസ കൊടുത്ത് സഹായിക്കാറുണ്ട്. പിന്നെ അപ്പോൾ എനിക്കതൊരു കുറവായിട്ട് തോന്നി. എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ സ്വന്തം രീതിയിൽ, അപ്പോൾ ഭർത്താവ് ജോലി ചെയ്ത് കൊണ്ടുവരുന്ന പൈസയാണ് കൊണ്ടു കൊടുക്കുന്നത്. അപ്പം ഞാൻ സ്വന്തമായിട്ടൊന്നും ചെയ്യണില്ല എന്നൊരു കുറവ് പോലെ തോന്നി എനിക്ക്. 4ാമത്തെ ഉടമ്പടി പുതുക്കി വന്നതിൻ്റെ പിറ്റേ ദിവസം ഞാൻ പകൽ കിടന്ന് ഉറങ്ങണ്. അപ്പം മാതാവ് സ്വപ്നത്തിൽ വന്ന് പറയുക, നീ രോഗികളെ പോയി കുളിപ്പിക്കണം എന്ന് സ്വപ്നത്തിൽ കൂടെ പറഞ്ഞു. അപ്പം എനിക്ക് എന്തായാലും അത് ചെയ്യാണ്ട് പറ്റില്ല എന്ന് എൻ്റെ മനസ്സിൽ ഭയങ്കര തോന്നലുണ്ടായി. അങ്ങനെ ഞങ്ങൾ കൃപാസനത്തിൽ ഉടമ്പടി എടുത്ത കുറച്ച് ആൾക്കാർ അവിടെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ഗ്രൂപ്പിൽ എന്നെയും കൂടി ആഡ് ചെയ്ത് ഞങ്ങൾ അങ്ങനെ പീസ് ഹോം എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയി ശുശ്രൂഷ ചെയ്യുന്നു. അവിടെ രോഗികളെ കുളിപ്പിക്കുകയും അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നു. പിന്നെ പ്രേക്ഷിത പ്രവർത്തനം എല്ലാ മാസവും പത്രം വാങ്ങിക്കും. പത്രം വാങ്ങിച്ച് ആദ്യമൊക്കെ ഓട്ടോ സ്റ്റാൻഡിലും അവിടെ ഇവിടെയൊക്കെയാണ് കൊടുത്തിരുന്നത്. പിന്നെ എനിക്ക് തോന്നി കൊടുത്ത ആൾക്കാർക്ക് തന്നെ കൊടുക്കുമ്പോൾ അതൊരു ഇതില്ല, അവർക്ക് അറിയാവുന്നതാണല്ലോ. അപ്പം അതുകൊണ്ട് നല്ല തിരക്കുള്ള ടൗണുകളിൽ ചെന്നിട്ട് നടന്ന് വരുന്ന രോഗികൾക്ക്, റോഡിൻ്റെ സൈഡിൽ കൂടെ നടന്ന് വരുന്ന ആൾക്കാരുകൾക്ക് പത്രം കൊടുക്കും. പിന്നെ എല്ലാ ചൊവ്വാഴ്ചയും ധ്യാനം കാണും, ധ്യാനം ഷെയർ ചെയ്യും, സ്റ്റാറ്റസ് ഇടും. പിന്നെ ഡെയിലി ബ്രെഡ്, എല്ലാ ദിവസവും ഡെയിലി ബ്രെഡ് കാണും, സ്റ്റാറ്റസ് ഇടും, ഷെയർ ചെയ്യും. അങ്ങനെ പിന്നെ ആത്മീയ ജീവിതത്തിൽ വന്ന മാറ്റം എന്ന് പറയുന്നത് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. കാരണം എനിക്കാണെങ്കിൽ പെട്ടെന്ന് എന്തെങ്കിലും കേട്ടാൽ പ്രതികരിക്കണ സ്വഭാവം, ദേഷ്യമൊക്കെ ഉള്ള സ്വഭാവമായിരുന്നു. ഇപ്പോൾ അതിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വന്നു. പിന്നെ സ്വന്തം കാര്യം നോക്കി മറ്റുള്ളവരുടെ കാര്യങ്ങളൊന്നും അങ്ങനെ അവരുടെ ബുദ്ധിമുട്ടുകളൊന്നും കേൾക്കും എന്നല്ലാതെ ഞാൻ അങ്ങനെ അധികം ചെവി കൊടുക്കാറില്ല. ഇപ്പോൾ മറ്റുള്ളവരുടെ വിഷമങ്ങൾ കാണുമ്പോഴുള്ളൊരു നമുക്കൊരു വേദനയിൽ, അവരുടെ വേദനയിൽ പങ്കുചേരുക, അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുക. ആത്മീയമായ ഒരുപാട് മാറ്റങ്ങൾ എനിക്ക് സംഭവിച്ചിട്ടുണ്ട്. കാരണം എന്താ പറയുക, ബൈബിള് വായിക്കും, അരമണിക്കൂർ ബൈബിള് വായിക്കും, പിന്നെ കൊന്ത ചൊല്ലും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു പോണു. അച്ഛൻ്റെ ചൊവ്വാഴ്ചത്തെ ധ്യാനം ചൊവ്വാഴ്ച തന്നെ കേൾക്കും. കാരണം എനിക്ക് പിന്നീടത്തേക്ക് മാറ്റി വയ്ക്കുന്നത് ഇഷ്ടമില്ല. പിന്നെ പ്രാർത്ഥനയുടെ 2 നേരം പ്രാർത്ഥനയൊന്നും ഇതുവരെ തെറ്റിക്കാനോ, എവിടെ പോകാമെന്നുണ്ടെങ്കിലും പ്രാർത്ഥനയുടെ നേരത്തേനും വീട്ടിൽ വരും. അതേപോലെ മോനായാലും ചേട്ടനായാലും പ്രാർത്ഥനയ്ക്ക് വന്നതിന് ശേഷം പ്രാർത്ഥന കൃത്യം 7 മണിക്ക് എവിടെ പോയാലും ഞങ്ങൾ വീട്ടിലെത്തും. അതനുസരിച്ചുള്ള സമയം നോക്കിയാൽ അപ്പുറത്തേക്ക് പോവുള്ളൂ. അങ്ങനെ ഒരുപാട് ചെറുതും വലുതുമായ അനുഗ്രഹങ്ങൾ തന്ന ഈശോയ്ക്കും മാതാവിനും കോടാനുകോടി നന്ദി പറയുന്നു. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന് ഞങ്ങളെ സഹായിച്ച അമ്മ മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി പറഞ്ഞോളുന്നു. ഉടമ്പടിയിലൂടെ ദൈവം ഒരാളെ സ്വന്തമായി കരുതുന്നു. ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായം 18-ാം വചനമാണ്. ദൈവത്തിൻ്റെ മനുഷ്യനോടുള്ള ഒരു ബന്ധമാണ് ഉടമ്പടി, ഒരു വിശ്വാസത്തിൻ്റെ ഒരു ബന്ധം. ദൈവത്തിൻ്റെ പ്രശംസ ലഭിക്കുന്നത് വലിയ വലിയ പ്രവൃത്തികളിലൂടെയല്ല, വിശ്വാസത്തിലും അനുസരണയിലും നിന്നാണ്. നമ്മൾ പലപ്പോഴും വിചാരിക്കും ഫലം കാണുമെന്ന് ആഗ്രഹിക്കുന്നു. പക്ഷേ ദൈവം ചിലപ്പോൾ നമ്മളോട് കാത്തിരിക്കാനാണ് പറയുന്നത്. വിശ്വാസത്തോടെ കാത്തിരിക്കുമ്പോഴാണ് അത് ദൈവത്തിന് പ്രസാദകരമാകുന്നത്. അസാധ്യമാണെന്ന് തോന്നുന്ന കാര്യങ്ങൾ സാധ്യമാക്കി തരുന്ന ഒരു ദൈവമാണ് നമ്മുടെ കൂടെയുള്ളത്. പ്രശ്നങ്ങളും പ്രതിസന്ധികളുമായാലും ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളിൽ നമ്മൾ ഉറച്ചു നിൽക്കുമ്പോൾ, ആ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുമ്പോഴാണ് ദൈവം ഒരാളെ സ്വന്തമായി കരുതുന്നത്. അങ്ങനെയുള്ളൊരു വലിയ സാക്ഷ്യമാണ് സുനിത സത്യൻ എന്ന മകൾ നമ്മളോട് സാക്ഷ്യപ്പെടുത്തിയത്. ദൈവത്തിന് സ്വന്തമായി കരുതിയ ഈ മക്കൾ 7 പ്രാവശ്യം പുതുക്കി ഇന്നിപ്പോൾ പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ വന്നത്. ഈ മകൾ വീണ്ടും വീണ്ടും ആവർത്തിച്ചെന്നോട് പറഞ്ഞത്, ഭൗതിക കാര്യങ്ങളെക്കാളും ഞാൻ കൂടുതൽ പ്രാർത്ഥിച്ചത് എൻ്റെ ഭർത്താവും എൻ്റെ മക്കളും വിശ്വാസത്തിൽ വരണമെന്നാണ്. ഈ അമ്മയാണ് മക്കളെയും ഭർത്താവിനെയും എല്ലാം വിശ്വാസത്തിൽ വരുവാനും നയിക്കുവാനും പ്രാർത്ഥിച്ച് ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയായിരുന്നു. നമ്മുടെ കുടുംബങ്ങളിലും നമ്മുടെ മക്കളെയും വിശ്വാസത്തിൽ വളർത്തുവാൻ നമുക്ക് ശ്രമിക്കാം. ഇനിയും മുന്നോട്ട് ഉടമ്പടി ജീവിതം നയിക്കുമ്പോൾ ഈ മക്കൾ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഭൗതിക കാര്യങ്ങളിൽ നിന്നെല്ലാം വിട്ട് എല്ലാം ഈശോയ്ക്ക് വിട്ടുകൊടുക്കാം.
നമുക്ക് കൂടുതലും ആത്മീയതയിലേക്ക് വളരുവാനും ഈശോയെ അമ്മയും കൂടുതൽ സ്നേഹിക്കുവാനും നമ്മൾക്കും ശ്രമിക്കാം. ഉടമ്പടിയിലൂടെ ദൈവം ഒരാളെ സ്വന്തമായി കരുതുമ്പോൾ നമ്മൾ സ്വന്തമായി കരുതാനായിട്ട് അതിന് മാത്രം ദൈവത്തിൻ്റെ പ്രശംസ ലഭിക്കാൻ തക്കവിധം പ്രവർത്തിക്കണമെന്നാണ് റോമൻസ് 2:9 പറയുന്നത്. ദൈവത്തിൻ്റെ പ്രശംസ ലഭിക്കാൻ തക്കവിധം പ്രവർത്തിക്കുക എന്നാണ്. നമ്മുടെ ജീവിതത്തിലും ദൈവത്തിൻ്റെ പ്രശംസ ലഭിക്കാൻ തക്കവിധം നമ്മുടെ ഉടമ്പടി ജീവിതം ആത്മാർത്ഥതയോടെ, വിശ്വാസത്തിലുപരി വിശ്വസ്തയോടെ മുന്നോട്ട് നയിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയിൽ ദൈവവാഗ്ദാനത്തിൽ വിശ്വസിച്ച് ക്ഷമയോടെ നമ്മൾക്ക് ഉടമ്പടി ജീവിതം മുന്നോട്ട് നയിക്കാം. സുനിത സത്യന് കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ആവേ മരിയ. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.